മാം, ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിസയാണ് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ. സത്യത്തിൽ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ? അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിറ്റിസൺസിന് ജർമ്മനിയിൽ വന്ന് അവിടെ ജോലി അന്വേഷിക്കാനും ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും സഹായിക്കുന്ന ഒരു റെസിഡൻറ്റ് പെർമിറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ വിസയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിനെടുക്കുന്ന ഒരു ഡ്യൂറേഷനാണ്. പ്രോസസ്സിങ്ങിന് എടുക്കുന്ന ഡ്യൂറേഷൻ വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പീരീഡിൽ ജർമ്മനിയിലായിരിക്കുമ്പോൾ തന്നെ ജർമ്മനിയിൽ ഏത് ലൊക്കേഷൻസിൽ നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ആഴ്ചയിൽ 20 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാം. ഒപ്പം നമുക്ക് ട്രയലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻസിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അത് പിന്നീട് നമുക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് പിന്നീട് നമുക്ക് PR വരെ ഇത് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പെർമിറ്റും കൂടാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു ജോബ് ഓഫറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എങ്കിലും ഇതൊരു ജോബ് ഓഫർ വേണമെന്നുള്ളത് മാൻഡേറ്ററി അല്ല. പിന്നീട് ഇതിനൊരു 6 പോയിന്റ്സിൻ്റെ എലിജിബിലിറ്റി ആണ് മെയിനായിട്ട് പറയുന്നത്. അത് റിക്വയർമെൻറ്റിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ മുതൽ ഒരു 15 ലക്ഷം രൂപ വരെ സമ്പാദിച്ചുകൊണ്ട് ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറുകയും ഇൻ ഫ്യൂച്ചറിൽ നമുക്കൊരു PR ലഭിക്കാൻ വരെ സഹായിക്കുന്ന, ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാത്വേ മൈഗ്രേഷൻ വിസ എന്ന് വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയെ പറയാനായിട്ട് പറ്റും.